ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാണ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ മൈലാഞ്ചി പരിപാടി ഉള്ളത് ആ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടല്ല നടത്തണത്. അപ്പോൾ വീട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാമാൻ്റെ വീട്ടിലേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് കുറച്ച് മുന്നേ നമ്മൾ ഒരു ഫാൻസി ഷോപ്പിലായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസിൻ ബ്രദറിൻ്റെ കുട്ടിക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്കിലായതുകൊണ്ട് എനിക്കൊന്നും ഇടാനായിട്ട് ഒന്നും വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കല്യാണത്തിനും റിസപ്ഷനൊക്കെ ആയിട്ട് കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വാങ്ങിയത് ഈ രാത്രിയാണ് കേട്ടോ. മൈലാഞ്ചി പരിപാടിൻ്റെ ആ ദിവസമാണ് ഞങ്ങൾ വാങ്ങിയത്. എന്നിട്ട് വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു 8-9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി പറയിലെത്തിയപ്പോൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെക്കനൊക്കെ അവിടെ ഓൾറെഡി ഓരോരുത്തരും മൈലാഞ്ചി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എനിക്കൊരു കസിൻ സിസ്റ്റർ എനിക്ക് ഇട്ട് തരുന്നുണ്ട്. പിന്നെ വേറെ സിസ്റ്റർക്ക് ഞാനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒക്കെ നടുവിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ മൈലാഞ്ചി ചെക്കൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് കയ്യിലായിരിക്കില്ല വെക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ ഓൾറെഡി ഒരു വെറ്റിൽ എന്തെങ്കിലും വെക്കുന്നുണ്ടാവും കേട്ടോ. അതിൻ്റെ മേലേക്കാണ് ഇങ്ങനെ മൈലാഞ്ചി കൊണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വെക്കുക. അരച്ച മൈലാഞ്ചിയാണ് വെക്കുക കൂടുതലും. എന്നിട്ട് വായിൽ സ്വീറ്റ്സ് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിലേറ്റീവ്സ് എല്ലാവരും ചെക്കനൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും കേട്ടോ. ആ ഒരു ടൈമിലാണ് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ആരെങ്കിലും മൈലാഞ്ചി ഇട്ട് തരുന്നത് എപ്പോഴെങ്കിലും ആയിരിക്കട്ടെ, ഇതുപോലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലായിരുന്നു എനിക്ക് ഇട്ട് തരൽ. കൂടുതൽ ഞാൻ എനിക്ക് തന്നെ ഇടുന്നതുകൊണ്ട് അതൊന്ന് ആസ്വദിച്ച് ഇങ്ങനെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴാണെന്ന് എൻ്റെ സിസ്റ്റർ ഇട്ട് തരുന്നതുകൊണ്ട് ഞാൻ സുഖത്തിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതങ്ങനെ ഇതിൻ്റെ ഈ മൈലാഞ്ചി പരിപാടിൻ്റെ ഇതിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വീഡിയോസ് എടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ രാത്രി വീട്ടിലോട്ട് പോയത് ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചും കൂടെ ഡ്രസ്സ് അടിക്കാനുണ്ടായിരുന്നു. സിസ്റ്ററിൻ്റെ കുറച്ചും കൂടെ ഡ്രസ്സ് എനിക്ക് ആ സമയത്തൊന്ന് ഷേപ്പ് ചെയ്യാനും അതിനൊക്കെ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ വീണ്ടും ഒരു 7 മണിയാകുമ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഒന്ന് സിസ്റ്റേഴ്സിനും അതുപോലെ തന്നെ കസിൻ ബ്രദറിൻ്റെ വൈഫിനൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വന്നതാണ്. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഓൾറെഡി റെഡി ആയിട്ട് വന്നത്. നമുക്ക് നമ്മുടേതായിട്ടൊരു സ്പേസ് വേണ്ട റെഡി ആവാനായിട്ട്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ റെഡി ആയിട്ടാണ് വന്നത്. മണ്ഡപത്തേക്ക് പോകാനായിട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതാ ചെക്കൻ അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല മണ്ഡപത്തേക്ക് പോകാനായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓൾറെഡി എല്ലാവരും ഇപ്പോൾ മണ്ഡപത്ത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ആയതുകൊണ്ടാണ് ഇത്ര നേരം വൈകിയത്. അപ്പോൾ നമ്മൾ നേരെ മണ്ഡപത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി. ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. അപ്പോൾ ആലിയക്കട്ട് മോഡലാണ്. അപ്പോൾ ഇത് ഞാനും എൻ്റെ വേറെ 2 സിസ്റ്ററും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 കൂടെ ഒരേ മോഡൽ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഒരേ മോഡൽ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ശരിക്കും നമ്മൾ മെറ്റീരിയൽ വാങ്ങിയതല്ല. ഞങ്ങൾ വീട്ടിലുള്ള ഉമ്മമാരുടെ സാരിയും കൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ്. ഇപ്പോഴത്തെ മോഡലിലേക്ക് ആക്കിയിട്ട് നമ്മൾ മാറ്റിയെടുത്താണ് കേട്ടോ. ഇതിലേക്കുള്ള ഒരു ഓർണമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഒരു നെക്ലേസ് ടൈപ്പ് ഉള്ള ഒരു ഓർണമെൻറ്റ്സാണ് ഞാൻ തലേദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് ഞാനൊരു ചോക്കറായിട്ട് കയറ്റിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പിസ്ത കളർ, ഇതേ സെയിം കളറും പിന്നെ ഒരു വൈറ്റ് സ്റ്റോണും കൂടെ വെച്ച് സ്റ്റാർ വരുന്ന പോലത്തെ ഒരു ചോക്കർ പോലെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ലെഫ്റ്റ് കയ്യിൽ ഒരു 2 റിങ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഗോൾഡിൻ്റെ തന്നെയാണ്. പിന്നെ കല്ല് വെച്ചതിൻ്റെ എനിക്ക് രാവിലെ സമയത്ത് തപ്പിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കൈസ. അതുകൊണ്ട് ഞാൻ ഇതന്നെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ വലത് കയ്യിൽ ഇത് മറ്റേ ഒരു എന്തിൻ്റെ റോസ് ഗോൾഡോ അങ്ങനെ എന്തിൻ്റെയോ ആണ് കേട്ടോ. റോസ് ഗോൾഡ് അല്ല, റോസ് സിൽവർ എന്ന് പറയും. അങ്ങനത്തെ അതിൻ്റെ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മണ്ഡപത്തേക്ക് പോവാണ് കേട്ടോ. അവിടെ വെച്ചിട്ടാണ് നമുക്ക് രാവിലത്തെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് വേണം ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ കലാപരിപാടികൾ തുടങ്ങാൻ, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ ഇത് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കുട്ടിയാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിനേക്കാളും നല്ലതല്ലേ അവളെയും കൂടെ കൂട്ടിയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഫുള്ളായിട്ട് അവിടെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ വണ്ടിയിലായതുകൊണ്ട് നമുക്ക് നേരെ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ ഒരു മണ്ഡപത്തേക്ക് പോകണ അടുത്തെത്താറായിട്ടുള്ള ഒരു സ്ഥലങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര നല്ല കൂളിങ് കേട്ടോ. മരം ഉള്ളതുകൊണ്ട് അത് തോന്നുന്നു നല്ല തണലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല തണുപ്പും. ഇന്നലെ മഴ പെയ്തതിൻ്റെ ആവാം. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ബ്രിട്ടീഷ് ബ്രിഡ്ജൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കാറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതെവിടെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ പോയിട്ടൊന്നുമില്ല. പിന്നെ അടുത്തെത്താറായി, മണ്ഡപത്തിൻ്റെ അടുത്തെത്താറായി. അപ്പോൾ നമ്മളത് നേരെ ഇനി അവിടേക്ക് എത്തിയിട്ട് കാണാം ഗൈസ്. ഇതാണ് ഇവിടെ മണ്ഡപം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം. അപ്പോൾ ഓഡിറ്റോറിയത്തേക്ക് നമ്മൾ നേരെ പോയിട്ട്
ചടപടേ ഫുഡ് കഴിക്കാണ്. കാരണം നല്ല വിശപ്പുണ്ട്. രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത് 3 മണിയായിട്ടുണ്ടായിരുന്നു എല്ലാം സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ 5 മണിക്ക് എണീച്ച് റെഡി ആയിട്ട് ഒരു 7 മണിയാകുമ്പോൾ ഇവിടെ വീട്ടിലെത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മണ്ഡപത്തിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ഒരു 9:30 10 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അത്രയും നേരം ഉറക്കം ഒഴിച്ചിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു വിശപ്പുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പത്തിരി കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ചിക്കൻ കറിയാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കൂട്ടി കഴിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ രാവിലത്തെ ഓഡിറ്റോറിയം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ ഓഡിറ്റോറിയത്തിൽ തന്നെ വെച്ചിട്ടാണ് നമ്മുടെ റിസപ്ഷനും നടക്കുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ ഈ രാവിലെ നമ്മളൊന്നും അറേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല, ചെയർസും അതുപോലെ സ്റ്റേജൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. വൈകുന്നേരം ആകുമ്പോഴാണ് ഒക്കെ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ എല്ലാവരും ഫാമിലി എല്ലാവരും അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളും ഞങ്ങളുടെ കസിൻ സിസ്റ്ററൊക്കെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിതാ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനായിട്ട് പുറത്തേക്ക് വന്നിക്കാണ് കേട്ടോ. അവിടെ നമ്മുടെ ഗ്രൂമിൻ്റെ ഫോട്ടോഷൂട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഫാഷൂട്ടും അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ബ്രദറാണ്. അപ്പോൾ അവനൊക്കെ ഇങ്ങനെ ഓരോ പണിത്തിരക്കിലായിട്ട് അവൻ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ 3 പേര് കേട്ടോ. കല്യാണത്തിന് ഞങ്ങൾ 3 ആളും കൂടിയിട്ടാണ് ഒരുപോലെ ഡ്രസ്സ് പ്ലാൻ ആക്കിയത്. ഇതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോള് മാത്രമേ നമ്മൾ സെപ്പറേറ്റ് കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മളിതാ പെണ്ണിൻ്റെ അവിടേക്ക് പോകാനായിട്ട് എല്ലാവരും വണ്ടിയിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെന്താ വണ്ടിയിൽ കയറി നേരെ ഇനി പെണ്ണിൻ്റെ മണ്ഡപത്തേക്ക് പോകാൻ കേട്ടോ. ഇതാ അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെക്കനെ വരവേൽക്കാനായിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടപ്പോൾ നമ്മൾ കയറി പോവുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ ഫോട്ടോഷൂട്ടും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. ഏതിൻ്റെയാണെന്നുള്ളത് എനിക്ക് മറന്നുപോയിട്ടാ. ആ സാധനത്തിൻ്റെ പേരൊക്കെ ഓർമ്മയില്ല. ആ ഒരു വെൽക്കം ഡ്രിങ്ക് ആണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ കുടിച്ചിട്ട് നേരെ നമ്മൾ മേലെയാണ് ഓഡിറ്റോറിയം, അതായത് താഴെ ഫുഡ് കഴിക്കണതും മേലെയാണ് പരിപാടിൻ്റെയൊക്കെ സെറ്റപ്പ് ആക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ മേലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പെണ്ണിൻ്റെ അനിയത്തി. അപ്പോൾ ഇതാ നമ്മുടെ ആങ്ങൾക്ക് ഒരു ഫ്ലവറിൻ്റെ ഇത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മേലോട്ട് പോവാണ് കേട്ടോ. ആദ്യം ഇങ്ങനെ ഫോണും പിടിച്ചിട്ട് പോകാൻ ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആരെയും മൈൻഡ് ആക്കുന്നില്ല ഗൈസ്. നമ്മൾ നേരെ ഓഡിറ്റോറിയം മാത്രം നോക്കിയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോസ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പൊതുവേ എനിക്ക് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒരു ചെറിയൊരു ചമ്മൽ തോന്നും. പിന്നെ കസിൻസൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെയും നല്ല ധൈര്യമായിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പെണ്ണിനെ സ്റ്റേജിലേക്ക് ഇങ്ങനെ കയറ്റി കൊണ്ടുപോയി. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ മേലെ നിന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോ, ഗേൾസ് എല്ലാവരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അതിന് ശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. ഫ്രണ്ട് സീറ്റിൽ തന്നെ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആവാറാകുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. ഇവിടുത്തെ ഒരു രീതിയിലുള്ള ഒരു ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് ബിരിയാണി എന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ ഉണ്ടായിരുന്നു. ഞാൻ നേരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഗൈസ്. പിന്നെ ഇതാ ഞങ്ങൾ അവിടെ വെച്ചിട്ട് വെറുതെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ്. പിന്നെ നമ്മൾ നേരെ റിസപ്ഷന് വീട്ടിലേക്ക് വന്നിട്ട് റെഡി ആയിട്ട് പിന്നെയാണ് കേട്ടോ മണ്ഡപത്തേക്ക് വേണ്ടി പോയത്. അപ്പോൾ നമ്മൾ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വീട്ടിലെത്തിയിട്ട് ഒരുപാട് റെഡി ആവാനൊക്കെ ഉള്ളതുകൊണ്ട് തിരക്ക് പിടിച്ച് റെഡി ആവുമായിരുന്നു. അതുകൊണ്ട് എടുക്കാൻ പറ്റാത്തതാണ്. ഇത് നമ്മൾ റിസപ്ഷന് പോയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരിക്കുന്നത് ബ്രദറാണ് എടുത്തത്. ഈ വീഡിയോസൊക്കെ ഞാൻ ആ സമയത്തൊന്നും എടുത്തില്ല, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചമ്മലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ബ്രദറിനെ വിട്ട് എടിയിപ്പിച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെജിറ്റേറിയൻ ഏരിയ ആണ്. നമ്മൾ നോൺ വെജ് ആയതുകൊണ്ട് നമ്മൾ നോൺ വെജിൻ്റെ അപ്പുറത്തേക്കാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. ഈ ബ്ലൂ ഷെയ്ഡൊക്കെ ഞങ്ങളവിടെ നിൽക്കില്ല. ഞാൻ ഒരു കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഡ്രസ് കോഡ് കാണിച്ചു തരാം. ഒരു സ്കൈ ബ്ലൂ ടോപ്പും പാൻറ്റും പിന്നെ ഒരു ഓർഗൻസ ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഷോളാണ് കേട്ടോ വരുന്നത്. അതാണ് ഞങ്ങളുടെ ഡ്രസ് കോഡ്. അപ്പോൾ ഈ ഡ്രസ് കോഡ് ഞാനാണ് സ്റ്റിച്ച് ചെയ്ത്. നോൺ വെജ് ഐറ്റംസ് ഉള്ള ഒരു ബൊഫേ ആണ് കേട്ടോ. പൊറോട്ട ഉണ്ടായിരുന്നു, പത്തിരി ഉണ്ടായിരുന്നു, ചിക്കൻ സ്റ്റൂ ഉണ്ടായിരുന്നു, പിന്നെ നെയ്ച്ചോറുണ്ടായിരുന്നു, പിന്നെന്താ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു, പിന്നെ കുറേ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ തൈരിൻ്റെ ഒരു സാലഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസ് ഉണ്ടായിരുന്നത്. പിന്നെ പുറത്താണ് ഒരുപാട് വെറൈറ്റി ടീസ് ഉണ്ടായിരുന്നു, പിന്നെ ഐസ്ക്രീം, പിന്നെ പോപ്കോണ്, പിന്നെ പഞ്ഞിമിഠായി, അത് അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ പുറത്താണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മെയിൻ ഫുഡൊക്കെ നമ്മൾ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ വെജ് ഒരു സൈഡും നോൺ വെജ് ഒരു സൈഡായിട്ട് ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് ഓരോ ടീ ഉണ്ടായിരുന്നത്. ഞാനിതിൽ ഹിബിക്കസ് ഈ ഒരു റോസ് മാത്രം ഞാൻ കുടിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പം മധുരമായതുകൊണ്ട് ഞാൻ ഒരുപാട് കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുടിച്ചില്ല.
എല്ലാം കൂടെ മധുരം കഴിച്ചാൽ ആകെ തലക്കൊരിതുണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു ഐസ്ക്രീമും കഴിച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ മെയിൻ ഫുഡൊക്കെ കഴിച്ചത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ ഈ ചായ കുടിച്ചതും ലാസ്റ്റൊക്കെ ആയിട്ടാണ്. അതായത് നമ്മൾ ചെക്കൻ്റെ ഫാമിലി അല്ലേ, അപ്പോൾ നമ്മൾ ലാസ്റ്റിലേ കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടായിട്ട് കഴിച്ചത്. ഇത് നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ ആണ്. ഈ ഒരു ഡ്രസ് കോഡാണ് നമ്മൾ പ്ലാൻ ആക്കിയത്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. ഉമ്മമാരുടെ സാരിയൊക്കെ അവരുടെ രീതിയിൽ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയതാണ്. ബ്ലൗസും അവരവർ സ്റ്റിച്ച് ചെയ്തു. എൻ്റെ ഉമ്മാൻ്റെ മാത്രം ഞാൻ സ്റ്റിച്ച് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതാ നമ്മുടെ ഡ്രസ് കോഡ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിയാണ് ഗായ്സ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ബൈ ബൈ ഗായ്സ്.